പക്ഷേ ഇന്ദ്രൻ സേട്ടൻ എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ പറയില്ലേ, ഡൗൺ ടു എർത്ത് എന്ന് പറയില്ലേ, അത് മാത്രമല്ല ആ മനുഷ്യൻ നമുക്ക് ഭയങ്കര ഊർജ്ജം തരും. മൂപ്പര് ചിലപ്പം എൻ്റെ സെറ്റിൽ ഇരിക്കാൻ റൂം ഉണ്ടായിരുന്നില്ല. മൂപ്പര് താമസിക്കുന്ന റൂമിൽ നിന്ന് നേരെ കടപ്പുറത്ത് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ മരത്തടികൾ ഇങ്ങനെ അടുത്ത് കൂട്ടിയിട്ടുണ്ട് എന്തോ ആവശ്യത്തിന്, അതിൻ്റെ മുകളിൽ തോർത്ത് വിരിച്ചിട്ടൊക്കെ അദ്ദേഹം ഇരിക്കുന്ന എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആ മനുഷ്യനെ പോലെയുള്ള വളരെ പ്രതിഭയുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യനായിട്ട് ഞങ്ങളോട് സഹകരിക്കുന്നത് എന്നുള്ളത് എൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയാണത്. അപ്പോൾ മാത്രമല്ല അത് പൈസയുടെ കാര്യത്തിലായാലോ എന്നോട് പറഞ്ഞു എനിക്ക് സ്ക്രിപ്റ്റ് കേൾക്കാതെ സിനിമ ചെയ്യാൻ പറ്റില്ല. ഞാൻ ആരുമല്ല അന്ന് സിനിമ ചെയ്തിട്ടില്ല. നേരെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോന്നു, വിപരീതത്തിൻ്റെ ഒരു കോപ്പി കൊടുത്തു. പിന്നീട് ഞാൻ റൂമിലേക്ക് എന്നെ വിളിച്ചു. ഞാൻ പോയിട്ട് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ശരി നമുക്ക് ചെയ്യാം. പേയ്മെന്റിനെ കുറിച്ച് പോലും എന്നോട് അങ്ങനെ മോശം മീൻസ് ഒരു ആ രീതിയിൽ ആ കഥ അദ്ദേഹത്തിന് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെയാണ് ആ സിനിമ നടക്കുന്നത്. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ പല സമയത്തും ആ സിനിമയുടെ തുടർച്ചയിൽ പലപ്പോഴും മൂപ്പർക്ക് തിരക്കുകളാണെങ്കിൽ പോലും അയക്കുന്ന എല്ലാ പരിപാടികൾക്കും കൃത്യമായി മെസ്സേജ് അയക്കുകയും കൂടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്.